മാന്യ പ്രേക്ഷകർക്ക് എൻ്റെ പ്രണാമം. ഇന്നലത്തെ പത്രത്തിൽ വന്ന മറ്റൊരു വാർത്തയാണ് 500 കോടി രൂപ ചിലവഴിച്ച് മകളുടെ വിവാഹം നടത്തിയ ഒരു ഖനി രാജാവ് റെഡ്ഡിയുടെ വീടുകളിലും സ്ഥാപനങ്ങളിലും പരിസരങ്ങളിലുമെല്ലാം ഇൻകം ടാക്സുകാർ റെയ്ഡ് നടത്തുന്നതിനെക്കുറിച്ച്. എനിക്ക് വളരെയധികം അത്ഭുതം തോന്നിയ, എനിക്കെന്നല്ല പലർക്കും തോന്നിയിട്ടുണ്ടാവും, അത്ഭുതം തോന്നിയ വാർത്തകളുടെ പരമ്പരയായിരുന്നു 500 കോടി രൂപ മുടക്കി മകളുടെ വിവാഹം നടത്തുക. യഥാർത്ഥത്തിൽ അത്രയും കോടി രൂപയിലായിരുന്നോ മകളുടെ വിവാഹത്തിന്റെ സന്തോഷം ഈ മനുഷ്യൻ കണ്ടെത്തിയത്? വളരെ ലളിതമായ രീതിയിൽ, വളരെ ശാലീനമായ രീതിയിൽ തൻ്റെ മകളെ വധുവിനെ വരന് കയ്യിലേൽപ്പിച്ച് വളരെ വേണ്ടപ്പെട്ടവർക്ക് കുറച്ച് ഭക്ഷണം കൊടുത്ത് അനുഗ്രഹാശിസ്സുകൾ ചോദിച്ചു വാങ്ങി ധന്യമായ പൈതൃകത്തിൻ്റെ രീതിയിൽ ഇങ്ങനൊരു വിവാഹം നടത്തിയിരുന്നു എങ്കിൽ മാസങ്ങളോളം ജയിലിൽ കിടന്നൊരു വ്യക്തി പുറത്തു വന്ന് ഏത് കാര്യത്തിന് വേണ്ടിയാണോ ജയിലിൽ കിടന്നത്, സാമ്പത്തികമായ തിരിമറിക്ക് വേണ്ടിയിട്ട് ജയിലിൽ കിടന്നത്, അതേ സാമ്പത്തികമായിട്ടുള്ള പ്രശ്നങ്ങൾ വീണ്ടും മകളുടെ വിവാഹത്തിൻ്റെ പേരിൽ ചെയ്ത് ഇനി ഇൻകം ടാക്സുകാരുടെ റെയ്ഡും കഴിഞ്ഞ് ആ വിവാഹം നടത്തിയ പുരോഹിതന് കൊടുത്ത ദക്ഷിണ ഉൾപ്പെടെ, വിവാഹമണ്ഡപം ഒരുക്കലിൻ്റെ ചെലവുൾപ്പെടെ, ആ വിവാഹത്തിൽ വധുവിനും വരനും കൊടുത്ത വരദക്ഷിണയും സ്വർണത്തിൻ്റെ പാത്രങ്ങളും സ്വർണത്തിൻ്റെതായിട്ടുള്ള ആഭരണങ്ങളും ഉൾപ്പെടെ കോടിക്കണക്കിന് രൂപയുടെ സാരി കൊടുത്തതിൻ്റെ കണക്കുൾപ്പെടെ അതെല്ലാം തമ്മിൽ ചേരുംപടി ചേർക്കാൻ ആർക്കും സാധിക്കില്ല. 500 കോടി രൂപയുടെയാണ്. തൊട്ടടുത്തുള്ള സംസ്ഥാനത്തിൽ വീരശൂര പരാക്രമിയായിട്ടുള്ള ഒരു മുഖ്യമന്ത്രി കണക്കിൽപ്പെടാത്ത അത്രയും സ്വത്തുണ്ടാക്കി എന്ന പേരിൽ ജയിലിനകത്ത് കിടന്നത് എല്ലാവർക്കും അറിയാവുന്നതാണ്. അടുത്ത കാലത്ത് കെജ്രിവാൾ ജെറ്റ്ലിക്കെതിരെ പറഞ്ഞ കാര്യത്തിന് മാനനഷ്ട കേസ് കൊടുത്തപ്പോൾ സുപ്രീം കോടതിയിൽ വക്കീൽ പറഞ്ഞു അത്രേ, കെജ്രിവാൾ എന്ന് പറയുന്ന മനുഷ്യനൊരു മുഖ്യമന്ത്രിയാണ്, സംസ്ഥാനത്തിൻ്റെ ഭരണാധികാരിയാണ്, അദ്ദേഹത്തിനെതിരെ കേസെടുക്കുമ്പോഴും അലിഗേഷൻസ് കൊണ്ടുവന്ന് നിയമത്തിന് വിധേയമാക്കുമ്പോഴും അദ്ദേഹത്തിൻ്റെ ഔദ്യോഗിക പദവി കൂടി നോക്കണം. അതിന് സുപ്രീം കോടതി പറഞ്ഞു, ജെറ്റ്ലിക്കെതിരെ കെജ്രിവാൾ എന്ന് പറയുന്ന മനുഷ്യൻ പറഞ്ഞതാണോ പറഞ്ഞിട്ടില്ല എന്നുള്ളതിന് തെളിവുണ്ടെങ്കിൽ അതിനെക്കുറിച്ച് മാത്രം പറയുക, വേറെ ഒന്നും പറയണ്ട. ഏത് കൊടികുത്തി വാണ മുടി ചൂടാമന്നവനാണെങ്കിലും നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്, പാകിസ്ഥാൻ പോലെയുള്ള രാജ്യത്തിൽ മുൻ പ്രസിഡന്റുകളെയൊക്കെ തൂക്കിക്കൊല്ലാനും വെടിവെച്ചു കൊല്ലാനും ഒക്കെ നിർദ്ദേശിക്കുന്നത് വളരെ സാധാരണയാണ്. ഈ നാട്ടിൽ അങ്ങനെ പതിവില്ല. ഇന്ദിരാഗാന്ധിയെയും അലഹാബാദ് കോടതി വിളിച്ചു വരുത്തി കോടതിയിലേക്ക് കൊണ്ടുപോയി. ഇപ്പോൾ അവരുടെ പൗത്രന്, മകൻ്റെ മകന് ജാമ്യം അനുവദിച്ചു, കോടതിയിൽ പോകേണ്ടി വന്നു. ഈ അമ്മ എന്ന് പറഞ്ഞ തമിഴ്നാട്ടുകാരുടെ എല്ലാമായ ജയലളിതയും കുറേ ദിവസം ജയിലിൽ കിടന്നു. ശങ്കരാചാര്യരും ഒരു ക്രിമിനലിനെ പോലെ അദ്ദേഹത്തിനെ പോലീസ് അറസ്റ്റ് ചെയ്തു, ജയിലിൽ കിടത്തി. അപ്പോൾ ഭാരതത്തിൽ നിയമത്തിൻ്റെ മുമ്പിൽ കാശുകൊണ്ട് മാത്രം എല്ലാം നടക്കുമെന്ന് ധരിക്കുന്നത് അബദ്ധമാണ്. അധികാരമോ കാശോ ഉണ്ടെങ്കിൽ ഏതുമാകാമെന്ന് ധരിച്ചിരുന്നൊരു കാലം ഉണ്ടായിരുന്നു. എന്നാൽ ഇപ്പോൾ അത് നടക്കുമെന്ന് തോന്നുന്നില്ല. അങ്ങനെയുള്ളൊരു അന്തരീക്ഷത്തിൽ മാസങ്ങളോളം ജയിലിൽ കിടന്ന വ്യക്തി ജയിലിൽ നിന്ന് പുറത്തു വന്ന് ഇനിയും ജയിലിൽ കിടക്കാൻ പാകത്തിനുള്ള ഒരു 500 കോടിയുടെ ധൂർത്ത് കാണിച്ച് അതിൽ നിന്ന് എന്ത് സന്തോഷവും സംതൃപ്തിയും ലഭിക്കാനാണ് എന്നൊന്ന് അദ്ദേഹത്തിനെ ആരെങ്കിലും ഉപദേശിച്ചിരുന്നു എങ്കിൽ
താൻ ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ വിവാഹത്തിൻ്റെ ചെലവുകളും വിവാഹത്തിൻ്റെ പ്രവൃത്തികളും തനിക്ക് തന്നെ അപകടം വരുത്തി വയ്ക്കുമെന്നും വിവാഹവും വിവാഹത്തിന് ശേഷവും അതിനു മുമ്പും ഇൻകം ടാക്സിലെ വ്യക്തികൾ ഉദ്യോഗസ്ഥര് ഇതെല്ലാം വാച്ച് ചെയ്യുന്നുണ്ടെന്ന് അദ്ദേഹത്തിന് അറിയിക്കുകയുണ്ടായി. അതുകൊണ്ട് സ്വാഭാവികമായിട്ടും വിവാഹത്തിന് മുമ്പും അദ്ദേഹം വലിയ ടെൻഷനിലായിരുന്നിരിക്കണം. വിവാഹം നടന്നുകൊണ്ടിരിക്കുമ്പോഴും അത് മകളുടെ വിവാഹം ആനന്ദത്തോടുകൂടി കാണേണ്ടതിന് പകരം ടെൻഷനോടുകൂടി കാണേണ്ടി വരുന്നു. ഇനി വിവാഹത്തിന് ശേഷവും സ്വസ്ഥമായിട്ട് ഉറങ്ങാൻ സാധിക്കാത്ത ലെവലിലേക്ക് ഭഗവത്ഗീതയിൽ പറഞ്ഞതുപോലെ ആത്മൈവ ഹ്യാത്മനോ ബന്ധുഹു ആത്മൈവ രിപുരാത്മന. അവനവന്റെ ബന്ധു അവനവൻ തന്നെയാണ്, അവനവന്റെ ശത്രുവും അവനവൻ തന്നെയാണ്. ഒരു പ്രവൃത്തി ചെയ്യുന്നതിന് മുമ്പും പ്രവൃത്തി ചെയ്തുകൊണ്ടിരിക്കുന്ന വേളയിലും പ്രവൃത്തി ചെയ്തതിന് ശേഷവും ഭയാനകമാം വിധത്തിൽ ടെൻഷനോടുകൂടി ആസ്വദിക്കേണ്ടത് ആസ്വദിക്കാൻ പോലും പറ്റാത്ത വിധത്തിൽ ഒരു കർമ്മം ചെയ്യേണ്ടിയിരുന്നു. വീണ്ടും ഒരു വാർത്ത വായിച്ചു. വിവാഹത്തിൻ്റെ പേരിൽ 2.5 ലക്ഷം രൂപ ബാങ്കിൽ നിന്ന് പിൻവലിക്കുമ്പോൾ വരന്റെയും വധുവിൻ്റെയും അവരുടെ അച്ഛനമ്മമാരുടെയും പാൻ കാർഡും ആധാർ കാർഡും ഡീറ്റെയിലും ഈ വിവാഹത്തിന് ചെലവഴിക്കാൻ പോകുന്ന പൈസയുടെ കണക്കുകളും എല്ലാം ബാങ്കിലും ഇൻകം ടാക്സിലും ബോധ്യപ്പെടുത്തിയതിന് ശേഷമേ വിവാഹം നടത്താവൂ എന്ന് അങ്ങനെയുള്ള നിയമങ്ങൾ കർക്കശമായിക്കൊണ്ടിരിക്കുന്ന വേളയിൽ നമ്മളിൽ ഓരോരുത്തരും ചിന്തിക്കണം. ധൂർത്ത്, ആഡംബരം അതിനെത്രത്തോളം വരെ പോകാം? നമ്മൾ ചെയ്ത പ്രവൃത്തി ഇന്നും നാളെയും നമുക്ക് തന്നെ വേദന ഉണ്ടാക്കുന്നതാണെങ്കിൽ ധന്യമായ മംഗളകർമ്മം അത് അരോചകമായിട്ടുള്ള വേദനാജനകമായ കാര്യമായി മാറുന്നു. മാറ്റരുത് എന്ന് പറയുന്നു. പ്രണാമം. നമസ്കാരം.